ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ അഥ സപ്തപഞ്ചാശത്തമോധ്യായ. ഇന്ന് 57-ാമത്തെ അധ്യായമാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. സമന്തക ഉപാഖ്യാനം തുടരുന്നു. പാണ്ഡവർ അരക്കില്ലത്തിൽ വച്ച് മരിച്ചു എന്നറിഞ്ഞപ്പോൾ കൃഷ്ണൻ ബലരാമനോട് ഒന്നിച്ച് ഹസ്തിനാപുരത്തിൽ എത്തുന്നു. ഈ സമയം ശതധന്വാവ് സത്രാജിത്തിനെ വധിച്ച് സമന്തകമണി കൈക്കലാക്കുന്നു. സത്യഭാമ കൃഷ്ണനെ അറിയിക്കുന്നു. കൃഷ്ണൻ അവിടെ നിന്ന് വന്ന് ശതധന്വാവിന്റെ പിന്നാലെ പോകുന്നു. ശതധന്വാവ് മണിയെ അക്രൂരനെ ഏൽപ്പിച്ചിട്ട് ആദ്യം കുതിരപ്പുറത്ത് കയറിപ്പോയി. കൃഷ്ണൻ പുറകെ വരുന്നു എന്നറിഞ്ഞ് കുതിരയും വിട്ടിട്ട് ഓടാൻ തുടങ്ങി. കൃഷ്ണൻ ശതധന്വാവിനെ വധിച്ചു. പക്ഷെ അവന്റെ കയ്യിൽ സമന്തകമണി ഇല്ലായിരുന്നു. കാരണം അവൻ നേരത്തെ തന്നെ അക്രൂരനെ ഏൽപ്പിച്ചിരുന്നു. ഇത്രയും ഭാഗമാണ് നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടത്. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 1. ശ്രീശുകവാചാം വിജ്ഞാതാർത്ഥോപി ഗോവിന്ദോ ദക്താന ആകർണ്യ പാണ്ഡവാൻ ദക്താനാകർണ്യ പാണ്ഡവാൻ കുന്ദീം ച കുല്യകരണേ സഹ രാമോ യയൗ കുരൂൻ. വിജ്ഞാത അർത്ഥഹി അപി ഗോവിന്ദഃ ദക്താൻ ആകർണ്യ പാണ്ഡവാൻ കുന്ദീം ച കുല്യകരണേ സഹ രാമഃ യയൗ കുരൂൻ. വിജ്ഞാതാർത്ഥഃ അപി അറിയപ്പെട്ട കാര്യത്തോട് കൂടിയവനാകുന്നുവെങ്കിലും ഭഗവാന് എല്ലാം അറിയാം. എന്നിട്ടും ഗോവിന്ദ കൃഷ്ണൻ പാണ്ഡവന്മാരെയും കുന്തിയെയും ദത്താൻ ദഹിച്ചവരായി ആകർണ്യ കേട്ടിട്ട് കുല്യകരണേ കുലോചിത ക്രിയകൾ ചെയ്യുവാനായിട്ട് സഹരാമക രാമസഹിതമായിട്ട് കുരുരാജ്യങ്ങളെ യയൗ പ്രാപിച്ചു. പാരക്കില്ലത്തിൽ പാണ്ഡവർ ദഹിച്ചു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ അത് തെറ്റാണെന്ന് കൃഷ്ണൻ അറിയാം. എങ്കിലും കൃഷ്ണൻ എന്ത് ചെയ്തു? അവർക്ക് കർമ്മങ്ങൾ ചെയ്യാനെന്ന രീതിയിൽ രാമനോടൊത്ത് ഹസ്തിനാപുരത്തേക്ക് പുറപ്പെട്ടു. കുരൂൻ യയു കുരുരാജ്യത്തെ പ്രാപിച്ചു. വിജ്ഞാതാർത്ഥോപി ഗോവിന്ദോ ദക്താനാകർണ്യ പാണ്ഡവാൻ കുന്തിം ച കുല്യകരണേ സഹ രാമോ യയൗ കുരൂൻ. ശ്ലോകം 2. ഭീഷ്മം കൃപം സവിദുരം ഗാന്ധാരീന്ദ്രോണമേവ ച തുല്യ ദുഃഖൗ ച സംഗമ്യ ഹാ കഷ്ടമിതി ഹോചതു. ഭീഷ്മം കൃപം സവിദുരം. സവിദുരം വിദുരസഹിതനായ ഭീഷ്മരും കൃപാചാര്യരും ഗാന്ധാരിയെയും ദ്രോണം ഏവച ദ്രോണരെയും സംഗമ്യ സമീപിച്ചിട്ട്, അപ്പോ കുന്തിയും മക്കളും മരിച്ചു എന്ന വിചാരത്താൽ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ഭീഷ്മൻ, കൃപൻ, വിദുരർ, ദ്രോണർ, ഗാന്ധാരി ഇവരെയൊക്കെ കൃഷ്ണനും ബലരാമനും ചെന്ന് കണ്ടു. തുല്യ ദുഃഖത്തോടു കൂടിയവരായിട്ട് ഹാ കഷ്ടം, ഏറ്റവും കഷ്ടമായി പോയത് ഇതി എന്ന് ഊചതു. ഹോ ഊചതു, ഹ പ്ലസ് ഊചതു. ഹ എന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ട് അല്ലെങ്കിൽ സ്പഷ്ടമായിട്ട് പറഞ്ഞു. ഇത് കഷ്ടമായി പോയല്ലോ എന്ന് കൃഷ്ണനും കൂടെ പറഞ്ഞു. അവർ മരിച്ചിട്ടില്ല എന്ന് വിതുരർക്കും അറിയാം. വിതുരരും അതുപോലെ തന്നെ ദുഃഖം അഭിനയിച്ചു കാണിച്ചു. അതുപോലെ കൃഷ്ണനും. ഭീഷ്മം കൃപം സവിതുരം ഗാന്ധാരീന്ദ്രോണമേവ ച തുല്യ ദുഃഖൗ ച സംഗമ്യ
ഹാ കഷ്ടമിതി ഹോചതു. ശ്ലോകം 3. ലപ്തേതന്തരം രാജൻ ശതധന്വാമൂചതു അക്രൂരകൃതവർമാണോ മണി കസ്മാന്ന ഗൃഹ്യതേ. ലപ്ത്വാ ഏതത് അന്തരം രാജൻ, ഹേ രാജാവേ, ഏതത് അന്തരം, ഈ അവസരം, ലപ്ത്വാ ലഭിച്ചിട്ട്. അപ്പൊ കൃഷ്ണനും ബലരാമനും ഒന്നും ദ്വാരകയിലില്ല. ഈ അവസരം അറിഞ്ഞിട്ട് അക്രൂര കൃതവർമ്മണവും, അക്രൂരനും കൃതവർമാവും കസ്മാത് എന്ത് ഹേതുവായിട്ട് മണി രത്നം ന ഗൃഹ്യതേ ഗ്രഹിക്കപ്പെട്ടില്ല, കൈവശപ്പെടുത്തിയില്ല എന്ന് ശതധന്വാവിനോട് ഊചതു. അപ്പൊ ശതധന്വാവിനോട് അക്രൂരനും കൃതവർമാവും ഒക്കെ ചോദിക്കുകയാണ്, അപ്പൊ നീ എന്തുകൊണ്ട് ഈ മണിയെ അപഹരിച്ചില്ല? നിനക്ക് സമന്തകം എന്ന ദിവ്യ മണി സ്വാധീനപ്പെടുത്താൻ നല്ല തരമാണിപ്പം. അതായത് നേരത്തെ സത്യഭാമയെ ശതധന്വനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനാണ് നിശ്ചയിച്ചിരുന്നത്. പിന്നീടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ കൃഷ്ണന് കൊടുത്തത്. അപ്പോൾ പറയണം, ഇപ്പൊ നല്ല പറ്റിയ അവസരമാണ്, കൃഷ്ണനും ബലരാമനും ഇവിടെ ഇല്ല. അപ്പൊ നിനക്ക് ഈ മണി എടുക്കാൻ ഒരു അവസരമാണ്, നീ എന്തുകൊണ്ടാണ് പരിശ്രമിക്കാത്തത്? മണിന്ന ഗൃഹ്യതേ, എന്തുകൊണ്ട് നീ അത് കൈവശപ്പെടുത്തുന്നില്ല? ശതധന്വാനം മൂചതു, ശതധന്വാവിനോട് അക്രൂരനും കൃതവർമാവും ചോദിച്ചു. ലപ്തേതന്തരം രാജൻ ശതധന്വാനം മൂചതു അക്രൂരകൃതവർമാണോ മണി കസ്മാന്ന ഗൃഹ്യതേ. ശ്ലോകം 4. യോ അസ്മഭ്യം സംപ്രതിശ്രുദ്ധ്യ കന്യാരത്നം വിഗർഹ്യ നഃ കൃഷ്ണായ ആദാത് ന സത്രാജിത് കസ്മാത് ഭ്രാതരം അന്യയാത്. യഹ അസ്മഭ്യം സംപ്രതിശ്രുത്യ കന്യാരത്നം വിഗർഹ്യ നഃ കൃഷ്ണായ ആദാത് ന സത്രാജിത് കസ്മാത് ഭ്രാതരം അന്യാത്. യഥ സത്രാജിത്ത്, യാതൊരു സത്രാജിത്ത് കന്യാരത്നം ശ്രേഷ്ഠകന്യയെ അസ്മഭ്യം നമുക്കായിക്കൊണ്ട് സംപ്രതിശ്രുത്യ വാഗ്ദാനം ചെയ്തിട്ട്. അപ്പൊ ശതധന്വാവിനോട് അവര് പറയാണ്, അപ്പൊ സത്യഭാമയെ ശതധന്വാവിന് കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ട് അതൊന്നും ഓർക്കാതെ നമ്മളെ നിസ്സാരമാക്കിക്കൊണ്ട് സംപ്രതിശ്രുതി വാഗ്ദാനം ചെയ്തിട്ട് നഖ നമ്മളെ വിഗർഹ്യ നമ്മളെ നിരാകരിച്ചിട്ട് കൃഷ്ണായ അതാത് കൃഷ്ണനായിക്കൊണ്ട് ദാനം ചെയ്തു. സഹസത്രാജിത്ത്, ആ സത്രാജിത്ത് കസ്മാത് എന്തുകൊണ്ട് ഭ്രാതാവിനെ അന്യാത് അനുയായനം ചെയ്തുകൂടാ. അപ്പോ നമുക്ക് പ്രതിജ്ഞ ചെയ്തിട്ട് നമ്മളെ നിസ്സാരമാക്കിക്കൊണ്ട് സത്രാജിത്ത് കന്യയെ കൃഷ്ണന് കൊടുത്തു. അപ്പൊ അവന്റെ സഹോദരനായ പ്രസന്റ് പിന്നാലെ അയക്കാതിരിക്കാൻ എന്താണ് കാരണം? പ്രസേനൻ മരിച്ചതുപോലെ സത്രാജിത്തും മരിക്കേണ്ടവനാകുന്നു. അതിനാൽ സത്രാജിത്തിനെ കൊന്ന് മണിയെടുക്കേണ്ടതാണ് എന്ന് അവര് പറഞ്ഞ് ശതധന്വാവിനെ പ്രേരിപ്പിക്കുകയാണ്. യോസ്മഭ്യം സംപ്രതിശ്രുദ്ധ്യ കന്യാരത്നം വിഗർഹ്യന കൃഷ്ണായ അതാത് ന സത്രാജിത് കസ്മാത് ഭ്രാതരമന്യാത്. ശ്ലോകം 5. ഏവം ഭിന്നം അതിസ്ഥാഭ്യാം സത്രാജിതമസത്തമ ശയാനം അവധി ലോഭാത് സപാപക്ഷീണ ജീവിതഃ. ഏവം ഇപ്രകാരം ഭിന്നമതി ത്യാഭ്യാം അവരാൽ ചലിപ്പിക്കപ്പെട്ട ബുദ്ധിയോടുകൂടിയവനായി. അപ്പൊ അവർ പ്രേരിപ്പിച്ചു ആ പ്രസന്നോടൊപ്പം അവനെ എന്താ അയച്ചുകൂടെ, അപ്പൊ അവനെയും മരണത്തിലേക്ക് നമുക്ക് തള്ളിവിടാം, എന്നുവെച്ചാൽ അവനെ കൊന്നിട്ട് മണി എടുത്തുകൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോ ശതധന്വാവിന്റെ ബുദ്ധി ഭ്രമിച്ചുപോയി. അസത്തമ ദുഷ്ട
അഗ്രേസരനായി പാപിയായി ക്ഷീണജീവിത ക്ഷയിച്ച ജീവിതത്തോടു കൂടിയിരിക്കുന്ന സഹ അവൻ ലോഭം നിമിത്തം ശയാനം ഉറങ്ങിക്കിടക്കുന്ന സത്രാജിത്തിനെ അവധീവദിച്ചു. അപ്പൊ അവന് ഈ ശതധന്വാവിന് മണി കൈക്കലാക്കണമെന്ന് ഇവര് പ്രേരിപ്പിച്ചപ്പോൾ ആശ തോന്നുകയും ഉറങ്ങിക്കിടന്നിരുന്ന സത്രാജിത്തിനെ കൊന്ന് മണി അപഹരിക്കുകയും ചെയ്തു. ഏവം ഭിന്നമതിത്താഭ്യാം സത്രാജിതം അസത്തമ ശയാനം അവധി ലോഭ സപാപക്ഷീണ ജീവിത. ശ്ലോകം 6. സ്ത്രീണാം വിക്രോശമാനാനാം ക്രന്ദീനാം അനാഥവത് ഹത്വാ പശൂൻ സൗനികവത് മണിമാതായ ജഗ്മിവാൻ. സ്ത്രീണാം വിക്രോശമാനാനാം ക്രന്ദീനാം അനാഥവത് നാഥനില്ലാത്തവരെ പോലെ വിക്രോശമാനാനം പലതും പറഞ്ഞ് ക്രന്ദീനാം നിലവിളിച്ചു കരയുന്ന സ്ത്രീകളുടെ മുമ്പാകെ പശൂൻ പ്രാണികളെ സൗനികവത് കശാപ്പുകാരൻ എന്ന പോലെ ഹത്വ ഹനിച്ചിട്ട് മണിം രത്നത്തെ ആദായ എടുത്തിട്ട് ജഗ്മിവാൻ ഗമിച്ചു പോയി. അപ്പോ സത്രാജിത്തിന്റെ ഭാര്യമാർ അഗതികളെന്ന മട്ടിൽ നിലവിളിച്ച് കരഞ്ഞു. സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ ഇവരുടെ ജാമാതാവ് ഇരിക്കാനായി ഇവർക്ക് നാഥനുണ്ട്. എന്നാൽ തൽക്കാലം കൃഷ്ണൻ അവിടെ ഇല്ലല്ലോ. അപ്പൊ അഗതികൾക്ക് തുല്യം അവര് കരഞ്ഞു, ഞങ്ങൾക്കിനി ആരുമില്ല. ഇങ്ങനെ കരയുന്ന സ്ത്രീകളുടെ നേരെ അല്പം പോലും ദയ കാട്ടാതെ പക്ഷിമൃഗാദികളെ കൊന്നു തിന്ന് ജീവിക്കുന്ന വേടനെ പോലെ അല്ലെ കശാപ്പുകാരനെ പോലെ ശതധന്വാവ് എന്ത് ചെയ്തു? സത്രാജിത്തിനെ കൊന്നു. എന്നിട്ട് മണിയെടുത്തുകൊണ്ട് ശതധന്വാവ് ഓടിപ്പോവുകയും ചെയ്തു. സ്ത്രീണാം വിക്രോശമാനാനാം ക്രന്ദന്തീനാം അനാഥവത് ഹത്വാ പശൂൻ സൗനികവത് മണിമാതായ ജഗ്മിവാൻ. ശ്ലോകം 7. സത്യഭാമാച്ച പിതരം ഹതം വീക്ഷ്യ സുജാർപ്പിത വ്യലപത്താതേതി ഹാ ഹതാസ്മീതി മുഖ്യതി. സത്യഭാമ ച പിതരം ഹതം വീക്ഷ്യ സുജാർപ്പിത വ്യലപത്താതാ ഇതി ഹാ ഹതാസ്മി ഇതി മുഖ്യതി. ഹതം ഹനിക്കപ്പെട്ട പിതാവിനെ വീക്ഷ കണ്ടിട്ട് സുജാർപ്പിത ഏറ്റവും ദുഃഖിച്ച സത്യഭാമാച്ച സത്യഭാമയും താതാ ഇതി അല്ലയോ പിതാവേ എന്ന് വിളിച്ചു കരഞ്ഞു. ഹതാസ്മീതി ഞാൻ ഹനിക്കപ്പെട്ടവളായി എന്നും പറഞ്ഞ് മുഖ്യതി മോഹിക്കപ്പെട്ടവളായി വിലപിച്ചു. താതാ ഞാൻ കൊല്ലപ്പെട്ടു, അതായത് അച്ഛനില്ലാതെ ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ അച്ഛനെ വിളിച്ച് ഉറക്ക കരഞ്ഞ് മോഹാലസ്യപ്പെട്ടു വീണു. സത്യഭാമാച്ച പിതരം ഹതം വീക്ഷ സുജാർപ്പിത വിലപത്താതേതി ഹാഹതാസ്മീതി മുഹ്യതേ. ശ്ലോകം 8. തൈലദ്രോണ്യാമൃതം പ്രാസ്യ ജഗാമ ഗജസാഹ്വയം കൃഷ്ണായ വിദിതാർത്ഥായ തപ്താചകൗ പിതൃവധം. തൈലദ്രോണ്യാം മൃതം പ്രാസ്യ, മൃതം മരിച്ചവനെ തൈലദ്രോണ്യ എണ്ണത്തോണിയിൽ പ്രാസ്യ ഇട്ടിട്ട്, അപ്പോ പിതാവിന്റെ മൃതശരീരം എണ്ണത്തോണിയിൽ സംരക്ഷിക്കാൻ വേണ്ട ഏർപ്പാടൊക്കെ ചെയ്ത ശേഷം സത്യഭാമ എന്ത് ചെയ്തു? ഗജസാഹ്വയം ഹസ്തിനപുരത്തെ ജഗാമ പ്രാപിച്ചു. അതായത് കൃഷ്ണനോട് വിവരമെല്ലാം പറയണമല്ലോ. വിദിതാർത്ഥായ അറിയപ്പെട്ട കാര്യങ്ങളോടുകൂടിയവനായ കൃഷ്ണനായിക്കൊണ്ട് പിതുഹു അച്ഛന്റെ വധത്തെ തപ്ത താപത്തോടുകൂടിയവളായി ആചക്കു അറിയിച്ചു. അപ്പോ പെട്ടെന്ന് തന്നെ സത്രാജിത്തിന്റെ ശരീരം എണ്ണത്തോണിയിലിട്ടിട്ട് സത്യഭാമ കൃഷ്ണനെ അറിയിക്കാൻ ഹസ്തിനപുരത്തേക്ക് തിരിച്ചു. തൈലദ്രോണ്യാമൃതം പ്രാസ്യ ജഗാമ ഗജസാഹ്വയം കൃഷ്ണായ വിദിതാർത്ഥായ തപ്താചഖൗ പിതൃവധം. ശ്ലോകം 9. തഥാകർണ്യേശ്വരൗ രാജൻ അനുസൃത്യ നൃലോകതാം
അഹോന പരമം കഷ്ടം ഇത്യസ്രാക്ഷൗ വിലേപതു തത ആകർണ്യ ഈശ്വരൗ രാജൻ അനുസൃത്യ ത്രിലോകതാം അഹോ നഖ പരമം കഷ്ടം ഇതി അസ്രാക്ഷൗ വിലേപതു. രാജൻ, ഹേ രാജാവേ, ഈശ്വരവും കൃഷ്ണനും ബലരാമനും തത് അതിനെ ആകർണ്യ കേട്ടിട്ട്. സത്യഭാമ സത്രാജിത്ത് മരിച്ച വിവരം ചെന്നറിയിച്ചപ്പോൾ അത് കേട്ടിട്ട് ത്രിലോകതാം അനുസൃത്യ മനുഷ്യ സ്വഭാവത്തെ അനുസരിച്ച് നഖ നമ്മൾക്ക് പരമം കഷ്ടം ഏറ്റവും സങ്കടം ഇതി എന്ന് പറഞ്ഞ് അസ്രാക്ഷു കണ്ണീരൊലിക്കുന്ന കണ്ണുകളോട് കൂടിയതായി വിലേപതു കരഞ്ഞു. സത്യഭാമ പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അവര് ആ മനുഷ്യരായിട്ട് അവതാരം എടുത്തല്ലോ, അതുകൊണ്ട് കണ്ണീരൊലിപ്പിച്ച് കരഞ്ഞു, സങ്കടം അഭിനയിച്ചു. നമ്മൾക്ക് വലിയ അഹോ കഷ്ടം, നമുക്ക് വലിയ സങ്കടം നേരിട്ടിരിക്കുകയാണ്. തഥാകർണ്യ ഈശ്വരോ രാജൻ അനുസൃത്യ നിർലോകതാം അഹോന പരമം കഷ്ടം ഇത്യസ്രാക്ഷൗ വിലേപതു. ശ്ലോകം 10. ആഗത്യ ഭഗവാൻ തസ്മാത് സഭാര്യാസാഗ്രജപുരം ശതതന്വാനമാരേഭേ ഹന്തും ഹന്തും മണിം തഥാ. ആഗത്യ ഭഗവാൻ തസ്മാത് സഭാര്യഃ സാഗ്രജഃ പുരം. തസ്മാത് അവിടെ നിന്ന് സഭാര്യ ഭാര്യയോടുകൂടി, അതായത് അവിടെ നിന്ന് കൃഷ്ണൻ സത്യഭാമയോടുകൂടി, സാഗ്രജ ജ്യേഷ്ഠനോടുകൂടി, അതായത് ബലരാമനോടുകൂടി ഭഗവാൻ കൃഷ്ണൻ പുരം ദ്വാരകയെ ആഗത്യ ആഗമിച്ചിട്ട് ശതതന്വാവിനെ ഹന്തും കൊല്ലാനായിക്കൊണ്ട് തതഹ അവനിൽ നിന്നും മണിം രത്നത്തെ ഹർത്തും ഹരിക്കാനായിക്കൊണ്ട് ആരേഭ്യെ ആരംഭിച്ചു. അപ്പൊ കൃഷ്ണൻ പെട്ടെന്ന് തന്നെ മധുരയിൽ തിരിച്ചെത്തി, ദ്വാരകയിൽ തിരിച്ചു വന്നു. എന്നിട്ട് ശതധന്വാവിനെ വധിച്ച് മണി തിരിച്ചെടുക്കണം, അതിനുള്ള പരിശ്രമം ചെയ്തു. ആഗത്യ ഭഗവാൻ തസ്മാ സഭാര്യ സാഗ്രജപുരം ശതതന്വാനമാരേഭേ ഹന്തും ഹർത്തും മണിം തഥാ. ശ്ലോകം 11. സോഭി കൃഷ്ണോദ്യമം ജ്ഞാത്വാ ഭീതപ്രാണപരീപ്സയാ സാഹായേ കൃതവർമാണം അയാചത ചാബ്രവീത്. സഹ അഭി കൃഷ്ണ ഉദ്യമം, സഹാബി അവനും, അതായത് ശതതന്വാവും കൃഷ്ണോ ഉദ്യമം കൃഷ്ണന്റെ പരിശ്രമത്തെ ജ്ഞാത്വ അറിഞ്ഞു. അപ്പൊ കൃഷ്ണൻ തന്നെ കൊല്ലാൻ വരികയാണെന്നുള്ളത് ശതതന്വാവ് അറിഞ്ഞിട്ട് ഭയപ്പെട്ടവനായി പ്രാണപരീപ്സയ പ്രാണൻ കിട്ടിയാൽ മതി എന്നുള്ള ഇച്ഛയോടുകൂടി സഹായം ചെയ്യുന്നതിൽ കൃതവർമാവിനോട് അയാചത യാചിച്ചു. കൃതവർമാവിനോട് പറഞ്ഞു, എന്നെ സഹായിക്കണം. സഹാച്ച അവനും പറഞ്ഞു. കൃതവർമാവിനോട് അപേക്ഷിച്ചപ്പോൾ കൃതവർമാവ് ഈ വിധം പറഞ്ഞു. സോഭി കൃഷ്ണോദ്യമം ജ്ഞാത്വാ ഭീതപ്രാണപരീപ്സയാ സാഹായേ കൃതവർമാണം അയാചത ചാബ്രവീത്. ശ്ലോകം 12. നാഹം ഈശ്വരയോ കുര്യാം ഹേളനം രാമകൃഷ്ണയോഹോ കോനുക്ഷയമായ കൽപ്പതേ തയോർവ്രജിനമാചരൻ. ന അഹം ഈശ്വരയോഹോ ഈശ്വരന്മാരായ രാമകൃഷ്ണന്മാർക്ക് ഹേളനം പ്രതികൂലത്തെ അഹം ഞാൻ ന കുര്യാം ചെയ്യുകയില്ല. അപ്പൊ ഈശ്വരന്മാരായ ബലരാമനും കൃഷ്ണനും വിരോധം ചെയ്യാൻ ഞാൻ ശക്തനല്ല. തയോഹോ അവർക്ക് വ്രജിനം അപരാധത്തെ ആചരൻ ചെയ്യുന്ന കോനു യാതൊരുത്തൻ ക്ഷേമത്തിനായിക്കൊണ്ട് കൽപ്പേത സമർത്ഥമായി ഭവിക്കും. നാഹമീശ്വരയോ കുര്യാം ഹേളനൻ രാമകൃഷ്ണയോഹോ കോനുക്ഷേമായ കൽപ്പേത തയോർവ്രജിനമാചരൻ. ശ്ലോകം 13. കംസസഹാനുഗോ അപീതോ യദ്ദേശാത്യജിത ശ്രിയ ജരാസന്ധ സപ്തദശ സംയുഗാത് വിരഥോ ഗത. കംസഃ സഹാനുഗഃ അപീതഃ യദ് ദേശാത് ത്യജഃ ശ്രിയ. യദ് ദേശാത് യാതൊരുത്തന്റെ വൈരനിമിത്തം
ദേഷ്യം നിമിത്തം ശത്രുത നിമിത്തം ശ്രീയാൽ താജിത ത്യജിക്കപ്പെട്ടവനായിട്ട് സഹാനുജ അനുഗാമികളോട് കൂടിയവനായിട്ട് കംസൻ അപീത നാശത്തെ പ്രാപിച്ചു. അപ്പൊ കംസനും അവന്റെ ആൾക്കാർക്കും നാശം ഉണ്ടായത് എന്തുകൊണ്ടാണ്? കൃഷ്ണനോടുള്ള വൈരം നിമിത്തമാണ് ഉണ്ടായത്. ജരാസന്ധൻ സപ്തദശ സംയുഗ 17 വട്ടം യുദ്ധത്തിൽ നിന്ന് വിരഥക തേരില്ലാത്തവനായി ഗത പോയി. അപ്പൊ 17 വട്ടം ജരാസന്ധൻ കൃഷ്ണന്റെ അടുത്ത് തോറ്റു. കംസസഹാനുഗോപീതോ യദ്ദോഷാം ത്യജിത ശ്രിയ ജരാസന്ധ സപ്തദശ സംയുഗാത് വിരഥോ ഗതാം. ശ്ലോകം 14. ശ്ലോകം 14. പ്രത്യഖ്യാതസ ചാക്രൂരം പാർഷ്ണിഗ്രാഹമയാജത സോപ്യാഹ കോ വിരുധ്യേതാം വിദ്വാനീശ്വരയോർബലം. പ്രത്യാഖ്യാത അതായത് കൃതവർമാവിനോട് ചെന്ന് സഹായം അഭ്യർത്ഥിച്ചു ശതധന്വാവ്. അപ്പോ കൃതവർമാവ് പറഞ്ഞു, എനിക്ക് സാധിക്കുകയില്ല, കൃഷ്ണനോട് ഏറ്റുമുട്ടാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. അതായത് പ്രത്യാഖ്യാതം എന്ന് വെച്ചാൽ നിരാകരിക്കപ്പെട്ടവനായിട്ട് കൃതവർമാവ് സഹായിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അക്രൂരനോട് പാർഷ്ണിഗ്രാഹം സഹായിയാകണമെന്ന് യാചിച്ചു. ഈശ്വരയോഹോ ഈശ്വരന്മാരുടെ ബലത്തെ വിദ്വാൻ അറിഞ്ഞിരിക്കുന്ന കഹ യാതൊരുത്തൻ വിരോധിക്കുമെന്ന് സഹാച്ച അവനും പറഞ്ഞു. അപ്പൊ പറഞ്ഞു, രാമകൃഷ്ണന്മാരുടെ പ്രഭാവം അറിയുന്ന ആരാണ് നിന്നെ സഹായിക്കാൻ വരുന്നത് എന്ന് അക്രൂരനും ചോദിച്ചു. പ്രത്യാഖ്യാത സചാക്രൂരം പാർഷ്ണിഗ്രാഹമയാചത സോപ്യാഹ കോ വിരുധ്യേത വിദ്വാനീശ്വരയോർബലം. ശ്ലോകം 15. യാ ഇദം ലീലയാ വിശ്വം സൃജത്യവധി ഹന്തി ച ചേഷ്ടാം വിശ്വസൃജോ യസ്യ ന വിദുർമോഹിത അജയാ. യഹ ഇദം ലീലയാ വിശ്വം ഇദം വിശ്വം ലീലയ യാതൊരുവൻ ഇദം വിശ്വം ഈ ലോകത്തെ ലീലയ കളിക്കാനായിക്കൊണ്ട് സൃജതി അവധി ഹന്തി. സൃജതി എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുന്നു. അപ്പൊ ഈ വിശ്വത്തെ ലീലയായിട്ട് ഏതൊരവനാണോ സൃഷ്ടിക്കുന്നു, അവധി രക്ഷിക്കുന്നു, ഹന്തി അതിനെ നശിപ്പിക്കുന്നു. അജയ മായയാൽ മോഹിതാഹ മോഹിക്കപ്പെട്ട വിശ്വസൃജ ബ്രഹ്മാവ് മുതലായവർ യസ്യ യാതൊരുവന്റെ ചേഷ്ടാം പ്രവൃത്തിയെ നവിദു അറിയുന്നില്ല. അപ്പോൾ ഈ വിശ്വസൃഷ്ടിക്കുന്ന ബ്രഹ്മാവ് പോലും ഈ ഭഗവാന്റെ ലീലയെ അറിയുന്നില്ല, പിന്നെയാണോ നമ്മൾ അറിയുന്നത് എന്ന് ചോദിക്കുകയാണ്. കൃഷ്ണനോട് അതുകൊണ്ട് വിരോധിയായിരിക്കാൻ ആർക്ക് കഴിയും? ബ്രഹ്മാവിന് പോലും കൃഷ്ണനെ നേരെ മനസ്സിലാകുന്നില്ല. ഇദം ലീലയാ വിശ്വം സൃജത്യവധി ഹന്തി ച ചേഷ്ടാം വിശ്വസൃജോ യസ്യ ന വിദുർമോഹിതാജയാ. ശ്ലോകം 16. യാ സപ്തഹായന ശൈലം ഉത്പാട്യേകേന പാണിന ദധാര ലീലയാ ബാല ഉച്ഛ്ലീന്ദ്രം ഇവാർഭകം. യഹ സപ്തഹായനഃ ശൈലം ഉത്പാട്യ ഏകേന പാണിന ദധാര ലീലയാ ബാലഃ ഉച്ഛ്ലീന്ദ്രം ഇവ അർഭക. സപ്തഹായന 7 വയസ്സ് പ്രായമുള്ളപ്പോൾ യഹ ബാലക ഈ ബാലൻ ശൈലം പർവ്വതത്തെ അതായത് മന്ദരപർവ്വതത്തെ ഉത്പാട്യ പറിച്ചെടുത്ത് ഏകേന പാണിന ഒരു കൈകൊണ്ട് ലീലയ ഒരു ലീല പോലെ അർഭക കുട്ടി ഉച്ഛ്ലീന്ദ്രം ഇവ കൂണെന്ന പോലെ ദധാര തരിച്ചു. ഒരു കുട്ടി ഒരു കൂണിനെ എടുത്തെങ്ങനെ പൊക്കുവോ അതുപോലെയാണ് 7 വയസ്സുള്ള ഈ ബാലൻ കൃഷ്ണൻ
മന്ദരപർവ്വതത്തെ മന്ദരപർവ്വമല്ല, ഗോവർദ്ധന പർവ്വതം. മന്ദരപർവ്വം പാലാഴി കിടന്നപ്പോൾ ഗോവർദ്ധന പർവ്വതത്തെ പറിച്ചെടുത്ത്, അടിയോടെ പറിച്ചെടുത്തിട്ട് ഒരു കയ്യിൽ താങ്ങി പിടിച്ചുകൊണ്ട് 7 ദിവസം നിന്നത്. അത് നമ്മൾ പഠിച്ചല്ലോ. ഇന്ദ്രൻ 7 ദിവസം തുടർച്ചയായി മഴ പെയ്യിപ്പിച്ചപ്പോൾ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിപ്പിടിച്ച് ഗോകുലത്തെയും പശുക്കളെയും രക്ഷിച്ചത് ഈ കുട്ടിയാണ്. യഹാ സപ്തഹായന ശൈലം ഉത്പാട്യേകേന പാണിന ദതാരലീലയാ ബാലം ഉച്ഛ്ലീന്ദ്രമിവാർഭകാം. ശ്ലോകം 17. നമസ്തസ്മൈ ഭഗവതേ കൃഷ്ണായാത്ഭുത കർമ്മണേ അനന്തായാദിഭൂതായ കൂടസ്ഥായാത്മനേ നമഃ. അപ്പോൾ കൃഷ്ണന് നമസ്കാരം പറയുകയാണ്. എങ്ങനെയുള്ള കൃഷ്ണനാണ്? നമ തസ്മൈ, തസ്മൈ നമ, അവനായിക്കൊണ്ട് നമസ്കാരം. ഏത് കൃഷ്ണനാണ്? ഭഗവതേ കൃഷ്ണായ അത്ഭുത കർമ്മണേ, ആശ്ചര്യമായ പ്രവൃത്തിയോട് കൂടിയവനും. അതായത് 7 വയസ്സ് പ്രായമുള്ളപ്പോൾ ഗോവർദ്ധനത്തിന് ഉയർത്തിയവനാണ്. അങ്ങനെ ആശ്ചര്യകരമായ പ്രവൃത്തിയോട് കൂടിയവനും, അനന്തായ അപരിച്ഛന്നനും, ആദിഭൂതായ ആദ്യമേ ഉള്ളവനും, കൂടസ്ഥായ വികാരമില്ലാത്തവനും, ഭഗവതേ ഐശ്വര്യസ്വരൂപനുമായ ആത്മനേ തസ്മൈ കൃഷ്ണായ, ആത്മാവായ ആ കൃഷ്ണനായിക്കൊണ്ട് നമഃ, നമസ്കാരം. അപ്പോൾ അക്രൂരൻ കൃഷ്ണനെ സ്തുതിക്കുകയാണ്. ഐശ്വര്യപൂർണനും സർവാത്മാവായിരിക്കുന്നതും ദേവഗന്ധർവാദികൾക്ക് അറിയാൻ കഴിയാത്തതും ആശ്ചര്യകരമായ പ്രവൃത്തികൾ ചെയ്യുന്നതുമായ കൃഷ്ണനായിക്കൊണ്ട് നമസ്കാരം. നമസ്തസ്മൈ ഭഗവതേ കൃഷ്ണായ അത്ഭുത കർമ്മണേ അനന്തായാദിഭൂതായ കൂടസ്ഥായ ആത്മനേ നമഃ. ശ്ലോകം 18. പ്രത്യാഖ്യാത സതേനാപി ശതത്വന്ന മഹാമണിം തസ്മിന്നസ്യ അശ്വമാരൂഹ്യ ശതയോജനകം യയൗ. പ്രത്യാഖ്യാതഃ സഹ തേനാപി, തേനാപി അവനാലും അക്രൂരനാലും, പ്രത്യാഖ്യാതക നിരാകരിക്കപ്പെട്ടപ്പോൾ, അതായത് അക്രൂരനും സഹായിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ, സഹ ശതധന്വനഃ ആ ശതധന്വാവ് മഹാമണി ആ ശ്രേഷ്ഠ രത്നത്തെ സമന്തകമണിയെ തസ്മിൻ അവനിൽ തന്നെ നസ്യ സമർപ്പിച്ചു. ഇനി വേറെ എവിടെ കൊണ്ടുപോകാൻ? അതുകൊണ്ട് അക്രൂരന്റെ കയ്യെ തന്നെ അങ്ങ് നിർബന്ധിച്ചങ്ങ് കൊടുത്തു. അക്രൂരനെ ഏൽപ്പിച്ചിട്ട് നസ്യ അശ്വം ആരൂഹ്യ ശതയോജന ഗം യയൗ. ശതയോജനകം 100 യോജന സഞ്ചരിക്കുന്ന അശ്വം, കുതിരയെ ആരൂഹ കയറിട്ട് വേഗത്തിലുള്ള ഒരു കുതിരപ്പുറത്ത് കയറി യയൗ പാഞ്ഞു. കൃഷ്ണൻ ഇതാ കൊല്ലാൻ വരുന്നു എന്നറിഞ്ഞ ഉടനെ പെട്ടെന്ന് അക്രൂരൻ സമ്മതിച്ചില്ലെങ്കിലും മണി സ്വീകരിക്കില്ല എന്ന് പറഞ്ഞെങ്കിലും അക്രൂരനെ തന്നെ അങ്ങ് ഏൽപ്പിച്ചിട്ട് ശതധന്വാവ് കുതിരയുടെ പുറത്ത് കയറി ഓടി. പ്രത്യാഖ്യാത സതേനാപി ശതധന്വാ മഹാമണിം തസ്മിന്നസ്യ അശ്വമാരൂഹ്യ ശതയോജനകം യയൗ. ശ്ലോകം 19. ഗരുഡധ്വജമാരൂഹ്യ രഥം രാമജനാർദ്ദനൗ അന്വയാതാം മഹാവേഗൈർ അശ്വം രാജൻ ഗുരുദ്രുഹം. ഗരുഡധ്വജം ആരൂഹ്യ രഥം രാമജനാർദ്ദനൗ. അല്ലേ രാജാവേ, ഹേ രാജൻ, രാമജനാർദ്ദൻ രാമനും കൃഷ്ണനും ഗരുഡധ്വജം ആരൂഹ്യ ഗരുഡനാകുന്ന അടയാളത്തോടു കൂടിയ രഥത്തിൽ ആരൂഹ്യ കയറിയിട്ട് മഹാവേഗ ഏറ്റവും വേഗത്തോടു കൂടിയ അശ്വ കുതിരകളോടുകൂടി ഗുരുദ്രുഹം സത്രാജിത്തിനെ വധിച്ചവനെ അന്വയാതാം പിന്നാലെ പോയി. ശതധന്വാമിന്റെ പിന്നാലെ കുതിരപ്പുറത്ത് കയറി രാമനും കൃഷ്ണനും പോയി. ഗരുഡധ്വജമാരൂഹ്യ രഥം രാമജനാർദ്ദനൗ അന്വയാതാം മഹാവേഗേർ അശ്വൈരാജൻ ഗുരുദ്രുഹം. ശ്ലോകം 20. മിഥിലായാമുപവനെ വിസൃജ്യ പതിദം ഹയം
പദ്ഭ്യാം അഥാവത് സന്ത്രസ്ത കൃഷ്ണോ അപ്യ അന്വദ്രവദൃഷാം. മിഥിലായാം ഉപവനെ, മിഥിലയിൽ ഉപവനെ സമീപത്തിൽ പതിതം വീണ ഹയം കുതിരയെ വിസർജ്യ. അപ്പൊ അങ്ങനെ പെട്ടെന്ന് കുതിരപ്പുറത്ത് സഞ്ചരിച്ചപ്പോൾ 100 യോജന മാത്രം സഞ്ചരിക്കാവുന്ന കുതിരയാണ്. അതിനപ്പുറം സഞ്ചരിക്കാൻ കഴിയാതെ മിഥിലാപുരത്തിന് സമീപത്തിൽ എത്തിയപ്പോൾ കുതിര വീണു. കുതിര എന്ത് ചെയ്തു? അവിടെ ഉപേക്ഷിച്ചിട്ട് വിസർജ്യ, ഉപേക്ഷിച്ചിട്ട് സന്ത്രസ്ത, ഏറ്റവും ഭയത്തോടു കൂടിയവനായി പത്വ്യാം കാലുകൾ കൊണ്ട് അതാപത്തോടി. അപ്പോ കുതിരയെ കൂടുതൽ ഓടിപ്പിച്ചപ്പോ കുതിര ക്ഷീണിച്ച് കുതിര വീണുപോയി. ഉടനെ തന്നെ എന്ത് ചെയ്തു? കുതിരപ്പുറത്തുനിന്ന് താഴെ ഇറങ്ങി ശതധന്യാവ് പദ്ഭ്യാം കാലുകൊണ്ടെന്ന് വെച്ചാൽ ഓടി. കുതിരപ്പുറത്തല്ല, അല്ലാതെ തന്നെ അതാപത്ത് ഓടി. കൃഷ്ണഹാബി, കൃഷ്ണനും രുഷ ദേഷ്യത്തോടുകൂടി അന്വദ്രാവൻ അവന് പിന്നാലെ പാഞ്ഞു. ശ്ലോകം 21. അല്ല, ഇതൊന്ന് വായിച്ചിട്ട്. മിഥിലായാമുപവനെ വിസൃജ്യ പതിതം ഹയം പത്മ്യാമധാവത് സന്ത്രസ്ത കൃഷ്ണോ അപ്യന്വദ്രവദൃഷ. ശ്ലോകം 21. പദാദേർ ഭഗവാൻ തസ്യ പദാദി തിക്മനേമിന ചക്രേണ ശിര ഉത്കൃത്യ വാസസോ വ്യജിനോന്മണി. പദാദേഹ ഭഗവാൻ തസ്യ പദാതി തിക്മനേമിന. പദാതി നിലത്ത് സഞ്ചരിക്കുന്നവനായ ഭഗവാൻ കൃഷ്ണൻ, പദാതെ നിലത്ത് സഞ്ചരിക്കുന്ന തസ്യ അവന്റെ, അതായത് സതതനാവ് ഓടിയപ്പോൾ കൃഷ്ണനും ഇറങ്ങി ഓടി. പിറകെ ഓടി എന്ത് ചെയ്തു? അവന്റെ തസ്യ അവന്റെ ശിരസിനെ തിക്മനേമിന മൂർച്ചയുള്ള ധാരയോടുകൂടിയ ചക്രേണ ചക്രം കൊണ്ട്, തന്റെ സുദർശന ചക്രം കൊണ്ട് ഉത്കൃത്യ മുറിച്ചു. ശതധന്വാവിന്റെ കഴുത്ത് അറുത്തു. വാസസഹ വസ്ത്രങ്ങളിൽ മണി സമന്തകമണിയെ വെച്ചിനോ തിരഞ്ഞു. അപ്പൊ ശതധന്വാവിനെ കഴുത്ത് കൃഷ്ണൻ ചക്രം കൊണ്ട് അറുത്തു. എന്നിട്ട് അവന്റെ ശരീരത്തിൽ വസ്ത്രങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് വിചാരിച്ച് അതിനെ തെരഞ്ഞു. കൃഷ്ണന് അറിയാം അക്രൂരന്റെ കയ്യിലാണെന്ന്. എന്നാലും കൃഷ്ണൻ സാധാരണ ആളുകളെ പോലെ അവനിൽ തെരഞ്ഞു. ഇനി ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്.